യു ആർ നോട്ട് വാട്ട് യു തിങ്ക് യു ആർ, ബട്ട് വാട്ട് യു തിങ്ക് യു ആർ. ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, നമ്മൾ അധികം വിചാരിക്കില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആവും. ആ ഒരു സാധനം ഉണ്ടാവും എപ്പോഴും ഉള്ളിൽ. അതായത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ദിവസം അതിലൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാം. ഞാൻ ആ ഒരു പൈസക്കാരുടെ ലെവലിൽ എത്തുട്ടോ, ആ കാർ വാങ്ങിക്കൂട്ടോ, ആ സാധനം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഫുൾ നിങ്ങളുടെ തോട്ട്സ് ആണ് ഇത് ശരിക്കും അതിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അത് പക്ഷെ അത് അങ്ങനെയൊന്നല്ല ഉണ്ടാവുക. പക്ഷെ ആ ഒരു 5 മിനിറ്റ് പൈസക്കാരനാവും. ബാക്കിയുള്ള ടൈം എന്താന്ന് വെച്ചാല് ആ ഒരു തലന്റെ ഉള്ളിൽ, അതായത് ഉള്ളിൽ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ വാട്ട് യു തിങ്ക് യു ആർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് ആ ബിഗ് ബോസിൽ നടന്ന കഥയും അപ്പുറത്തെ നെഗറ്റീവ്സും പണ്ടത്തെ ഏതോ ബന്ധമില്ലാത്ത കുറെ കഥയും അതെല്ലാം ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ആയിരിക്കും പുറത്തേക്ക് പറയുകയും ചെയ്യുക. ഇതാണ് നിങ്ങൾ. ആ ഫസ്റ്റ് വെച്ച 5 മിനിറ്റിലല്ല നിങ്ങൾ, ഇതാണ് നിങ്ങൾ. ഇതാണ് ആവാൻ പോകുന്നത്. എപ്പോ ഈ മെജോറിറ്റി തിങ്ക് ചെയ്യുന്ന ആ കാര്യം. അല്ലാണ്ട് ഫസ്റ്റ് ഞാൻ ഇതാണ് ഇട്ടോ എന്നുള്ളതല്ല. എപ്പോഴും തിങ്ക് ചെയ്യുന്ന ഈ കാര്യമില്ലേ, ദിസ് ഈസ് യു വിച്ച് ഈസ് ബാഡ്, റൈറ്റ്? അത് മാറ്റിയാൽ മതി. കാരണം നമ്മൾ ഇത് തിങ്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളാണ് തിങ്ക് ചെയ്യുന്നത്. അതിന്റെ ഭംഗി എന്താന്ന് വെച്ചാല് ഇത് വേറെ ആരും കാണൂല, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം. അപ്പൊ നിങ്ങളത് മാറ്റിയാൽ മതി. തിങ്ക് ചെയ്യുന്ന കാര്യം ക്വാളിറ്റി തോട്ട്സ് ആയാൽ മതി. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ മാത്രമാണ്. പൈസക്കാരനാവണം എന്നുള്ള രീതിയിൽ എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, അപ്പോ വേണമെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്, ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിപ്പോ പൈസക്കാരൻ, അതായത് പൈസക്കാരന് ഹീസ് റിച്ച്, അവരുള്ളിലെ തോട്ട്സ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ ടൈം അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പൈസ ആക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് അവരെ തോട്ടിൽ ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അവരെ ബിഗ് ബോസും അതും ഇത് കുറേ നെഗറ്റീവ്സ് വരാണെങ്കിൽ, കുറേ വേണ്ടാത്ത വരാണെങ്കിൽ അതിനെ എഫക്ട് ചെയ്യും. കാരണം ഇത് ഉള്ളിലെ കാര്യമാണ്, ഇൻപുട്ടാണ്. അത് പ്രോപ്പർ ഇൻപുട്ടും കാര്യം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. നിങ്ങളൊരു ബന്ധമില്ലാത്ത ഇൻപുട്ട് ആയിരുന്നെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഔട്ട്പുട്ടേ കിട്ടും. അല്ലാതെ മറ്റേ രീതിയിലാവില്ല. ലൈക്ക് ഐ ആം ദിസ് എന്ന് പറഞ്ഞിട്ട് ഐ ആം തിങ്കിങ് ദിസ് എന്നുള്ള സാധനമാണെങ്കിൽ ഇത് ഇങ്ങനെയാ രണ്ട് വഴിക്ക് പോകും. സോ നിങ്ങളെ തോട്ട്സ്, നിങ്ങൾ തിങ്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ആവാൻ പോകുന്നത്. സോ പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റി കാര്യം തിങ്ക് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ തിങ്ക് ചെയ്യുന്ന കാര്യം, നിങ്ങളിൽ കൺട്രോൾ ഉണ്ട്. സോ അത് പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് അത് റിലേറ്റഡ്. ഇപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണെന്നില്ല സാധനം, ഫുട്ബോൾ റിലേറ്റഡ് സാധനം 24 മണിക്കൂർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കാണും, അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും. സോ ഇറ്റ്സ് അബൌട്ട് തിങ്കിങ് ക്വാളിറ്റി. തോട്ട്സിന്റെ ക്വാളിറ്റിയാണ് നിങ്ങളെ ഐ ആം ദിസ് എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ തോട്ട്സ് ക്ലിയർ ആയി പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റി കാര്യങ്ങൾ കാണുമ്പോഴാണ്, നിങ്ങൾ തിങ്ക് ചെയ്ത കാര്യം പ്രോപ്പർ ആയിട്ട് കാണുമ്പോഴാണ് നിങ്ങൾ ആ ഡ്രീമിലേക്ക് എത്തി ചെയ്യുക, ഗ്രോ ചെയ്യുകയും ചെയ്യുക.